എന്റെ പെണ്ണ്. രചന ശിവപ്രിയ. ഞാൻ നിന്നെ എന്തെങ്കിലും സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാർത്തു. നിനക്കറിയാലോ, അമ്മയുടെ വാക്ക് എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം കിട്ടിയതാ ഈ താലിയെന്ന്. പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് കയറി എന്നവളുടെ കഴുത്തിലെ താലിയിൽ പിടിച്ച് അത്രമാത്രം പറഞ്ഞ് റൂമിൽ നിന്ന് വേഗത്തിലിറങ്ങി വാതിലിന്റെ അടുത്തും തിരിഞ്ഞു നോക്കുമ്പോൾ താലിയിൽ പിടിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്നവളെ കണ്ടു. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്ത പോലെ ചായ കൊണ്ട് കയ്യിൽ തരികയും അമ്പലത്തിലേക്ക് പോകണമെന്നും വീട്ടിൽ പോകണമെന്നൊക്കെ ഒരു ശങ്കയുമില്ലാതെ പറയുന്നവളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അമ്പലത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലും പോയിട്ട് തിരികെ വരുമെന്ന് എന്നോട് പോലും ചോദിക്കാതെ അമ്മയോട് പറയുമ്പോൾ അവളോടുള്ള ദേഷ്യം ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. എന്റെ കയ്യിലേക്ക് കൈകോർത്ത് പിടിച്ചപ്പോൾ കൂർപ്പിച്ച് നോക്കിയ നോട്ടത്തിന് പിന്നിലേക്ക് കണ്ണ് ചലിപ്പിച്ച് നേരത്തെ പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മയെ കാട്ടിത്തന്നപ്പോൾ മുഷ്ടിയുരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ ഞാൻ പാടുപെട്ടു. ആരെ കാണിക്കാനാടി നിന്റെ ഈ അഭിനയം എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ അമ്മയെ കാണിക്കാൻ എന്ന് കൂസല്ലാതെ പറയുന്നവളോട് പിന്നെയും ദേഷ്യം കൂടി വന്നു. ശ്രീകോവിലിന് പുറത്തിറങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചന്ദനം എന്റെ നെറ്റിയിൽ തൊട്ടപ്പോൾ ഒരു നിമിഷം പകച്ചു നിന്നു. എന്റെ കൈ ബലമായി പിടിച്ച് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഗൗതമിനെ കണ്ടപ്പോൾ ഒരു നിമിഷം തോന്നിയ വികാരമെല്ലാം ആവിയായി. വീണ്ടും അവളോടുള്ള രോഷം നിറഞ്ഞു. പൂർവ്വകാമുകനെ കാണിക്കാനുള്ള പ്രഹസനം. കല്യാണത്തിനു മുമ്പ് ഒരു തവണ ഗൗതം കാണാൻ വന്നിരുന്നു. എന്റെ ആലോചന ചെല്ലുന്നതിന് തൊട്ടുമുമ്പ് വരെ പരസ്പരം പ്രണയത്തിലായിരുന്നെന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും കല്യാണത്തിന് എതിർപ്പറയാത്തവളോർത്ത് വിശ്വസിക്കാൻ കൂട്ടാക്കാഞ്ഞപ്പോൾ തെളിവ് സഹിതം കാണിച്ചെന്നു. വീട്ടിൽ പറയാൻ പേടിയായിട്ടാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് കേട്ടപ്പോൾ ഉള്ളിൽ തികട്ടി വന്ന സങ്കടത്തിന് മുഖത്ത് കാണിക്കാതെ ഞാൻ ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ തെളിഞ്ഞ മുഖത്തോടെ തന്നെ കെട്ടിപ്പിടിച്ച ആ ചെറുപ്പക്കാരനെ എങ്ങനെ മറക്കും? അമ്മയുടെ കണ്ണീരിന് മുമ്പിൽ ഞാൻ തോറ്റുപോയപ്പോഴും ആ പെണ്ണിനോട് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൾക്ക് ഈ വാദിന് താല്പര്യമാണെന്ന് തറപ്പിച്ച് പറഞ്ഞു. ഇപ്പോഴും അവന്റെ മുഖത്ത് നഷ്ടബോധമാണ് നിഴലിക്കുന്നതെന്ന് കാണുകെ ആരുടെയോ മുതൽ തട്ടിയെടുത്ത പോലെ തോന്നൽ കൊണ്ട് എന്നെ മുഖം കുനിഞ്ഞു. അപ്പോഴും ആ പെണ്ണിനോടുള്ള ദേഷ്യം കൂടി വരുന്നുണ്ടായിരുന്നു. ദിവസം ചെല്ലും തോറും ആ പെണ്ണിനെ വെറുക്കാൻ കൂടുതൽ കാരണങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു. ഇഷ്ടത്തോടെ ഒരു നോട്ടം പോലും കൊടുക്കില്ലെങ്കിലും എന്റെ കാര്യം ഒരു മുടക്കം വരാതെ അവൾ ചെയ്യുമായിരുന്നു. ലീവ് കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് റിസൈൻ ചെയ്യാൻ പറഞ്ഞത്. കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലിയാ അത്, രാജിവെക്കാൻ പറ്റില്ല. നിർബന്ധമാണെങ്കിൽ എവിടെ ഒപ്പിട്ട് തരേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോളാം. ഒരു വാക്ക് പോലും ഇടറാതെ പറയുന്നവളെ മിഴിച്ചു നോക്കി നിന്നുപോയി. വീണ്ടും അവൾ തന്നെ തോൽപ്പിച്ചു. ആ തോൽവി എന്നെ ഒരേ സമയം സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണെങ്കിലും ജോലി കളയാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ തീരുമാനം എന്നിൽ സന്തോഷം നിറച്ചപ്പോഴും കാരണമറിയാത്തൊരു ദുഃഖവും ഉള്ളിൽ ഉടലെടുത്തിരുന്നു. മുഖം കറുപ്പിക്കുമ്പോഴും കാര്യമില്ലാതെ വഴക്ക് പറയുമ്പോഴും കൂസില്ലാതെ നിൽക്കുന്നവളെ കാണുമ്പോൾ താൻ വീണ്ടും തോറ്റുപോകുന്ന പോലെ തോന്നും. അപ്പോഴേക്ക് അവളോട് ദേഷ്യവും കൂടും. കൊല്ലമൊന്നാവാറായല്ലോ, വിശേഷമൊന്നും ആയില്ലേ എന്ന ചോദ്യം കേട്ട് തുടങ്ങിയപ്പോഴാണ് ഇത്രയും കാലമായിട്ടും ഇഷ്ടത്തോടെ പരസ്പരം നോട്ടം പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. കട്ടിലിന്റെ 2 അറ്റങ്ങൾ കിടന്നുറങ്ങുമ്പോഴും നാളെ എങ്ങനെ അവളെ എരികയറ്റാമെന്നുള്ള ചിന്തയിലായിരുന്നു ഉറക്കത്തിലേക്ക് വീഴുന്നത്. അമ്മാവന്റെ മകൾ അശ്വതിക്കുട്ടി വന്നതിൽ പിന്നെയാണ് ഇത്തിരിയെങ്കിലും അവളുടെ മുമ്പിൽ ജയിക്കാൻ കഴിഞ്ഞത്. ആവശ്യത്തിലധികം സ്വാതന്ത്ര്യമെടുത്ത അശ്വതിക്കുട്ടിയോട് ഇടപഴകുമ്പോൾ മുഖം വീർപ്പിക്കുന്നവളെ കാണുകെ ആദ്യമായി വിജയം രുചിക്കുന്നവനെ പോലെ സന്തോഷമുള്ളിൽ കുമിഞ്ഞ് കൂടുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വരുമ്പോൾ അശ്വതിക്ക് ഇഷ്ടമുള്ള പലഹാരം കൊണ്ടുവരുമ്പോൾ ചവിട്ടിത്തുള്ളി അവൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ അറിയാതെ ചിരിപൊട്ടുമായിരുന്നു. വെള്ളം കുടിക്കാനെന്ന വ്യാജേന അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കൊല്ലമൊന്നായി ഭാര്യയുടെ ഇഷ്ടമെന്നാണെന്ന് ഇതുവരെ ചോദിച്ചില്ലെന്ന് പിറുവിറുത്തുകൊണ്ട് ജോലി ചെയ്യുന്നവളെ കാണുകയെ വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം തിരികെ വന്നപ്പോൾ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരികെ വരുമെന്നറിഞ്ഞ് ഉള്ളിൽ തോന്നിയ സന്തോഷത്തിന് തുള്ളി ചാടിയാലോ എന്ന് വരെ തോന്നിപ്പോയി. ഒരാഴ്ച വരെ അവളെ ശുണ്ടി പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചെറിയൊരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ ഒരു മൂളിപ്പാട്ടും പാടിയാണ് മുറിയിലേക്ക് ചെന്നു. അവളില്ലാത്ത മുറിയിൽ സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് കരുതി കട്ടിലേക്ക് ചാഞ്ഞു. പക്ഷേ നിമിഷ നേരം കൊണ്ട് കട്ടിലിന്റെ മറുപുറം പോലെ മനസ്സിലെ സന്തോഷവും വറ്റിവരണ്ട് ശൂന്യത നിറയുന്ന പോലെ തോന്നി. കണ്ണടയ്ക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ ഉരുണ്ടുകൂടി നിഷ്കളങ്കമായി ഉറങ്ങുന്ന പെണ്ണിനെ ഓർമ്മ വന്നു. അടുത്ത ദിവസം രാവിലെ കയ്യിലെത്താത്ത ചായ ഗ്ലാസ് മുതൽ അവളുടെ കൊലുസിന്റെ കിലുക്കമില്ലാത്ത അകത്തളം വരെ എന്റെ ദിനചര്യകളുടെ താളം തെറ്റിക്കുന്നുണ്ടായിരുന്നു. വഴക്കിടാൻ അവളില്ലാത്തതിൻ്റെയാണ്, അതാവുമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നെ എപ്പോഴും അവളിൽ അവസാനിക്കുന്ന ദിനങ്ങളെ ഞാൻ വീണ്ടും കൊതിച്ചു തുടങ്ങി. പുറകിൽ നിന്ന് നടന്ന് ശുണ്ടിടിപ്പിക്കുന്ന ഇഷ്ടക്കേട് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞു. അവള് പോയപ്പോൾ ഈ വീട് ഉറങ്ങി, നിനക്കൊരു ഉഷാറില്ലാണ്ടായല്ലോ എന്ന അമ്മ പറഞ്ഞപ്പോഴാണ് 2 ദിവസമായി അവളില്ലായ്മ എന്നിൽ വരുത്തിയ മാറ്റമോർത്ത് ഞാൻ അത്ഭുതം കൂറിയത്. അവള് പോയപ്പോൾ എന്നെ തന്നെ കട്ടുകൊണ്ട് പോയതുപോലെ എനിക്ക് തോന്നി. ഒരു ദിവസം വീണ്ടും എന്നെ ഗൗതം കാണാൻ വന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ അവൻ മോശമായി പെരുമാറിയതുകൊണ്ട് കരണത്തുനിന്ന് പുകച്ചിട്ടാണ് അവൾ ആ ബന്ധം ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു.
അതുകൂടെ കേട്ടപ്പോൾ ഉള്ളിലെ ശൂന്യതയോടൊപ്പം വല്ലാത്തൊരു കുറ്റബോധവും നിറയുന്നതറിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് വൈകുന്നേരം അവൾ വന്നു കയറിയപ്പോൾ സന്തോഷം കൊണ്ട് ഉള്ളം വിങ്ങുന്നുണ്ടായിരുന്നു. എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അമ്മയോട് പോയി വാതോരാ സംസാരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ ചെറിയൊരു നിരാശ തോന്നി. ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയെങ്കിലും പെണ്ണ് അമ്മയുടെ അടുത്തുനിന്ന് മാറാതെ കൊണ്ടുവന്ന പലഹാരമൊക്കെ കാണിക്കാൻ തിരക്കിലാണ്. കുറെ കഴിഞ്ഞ് മുകളിലെ മുറിയിലേക്ക് കയറിപ്പോകുന്ന കണ്ട് പുറകെ ധൃതിയിൽ ഓടാൻ തുടങ്ങുമ്പോഴാണ് അമ്മയുടെ ചിരി കേട്ടത്. എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ചാടിയവനാ ഇപ്പോൾ ഓടുന്നു എന്ന് അമ്മ പറഞ്ഞപ്പോൾ ചമ്മലോടൊരു ചിരി ഇരിച്ചുകൊണ്ട് മുകളിലേക്ക് പതിയെ നടന്നു. മുറിയിലേക്ക് കയറുമ്പോഴേ കേൾക്കുന്നുണ്ടായിരുന്നു പെണ്ണിന്റെ പിറുവിറിക്കൽ. 5 ദിവസമായില്ലേ പോയിട്ട്, ഒന്ന് വിളിച്ചാലെന്താ? അല്ലെങ്കിൽ എന്നെന്തിനാ വിളിക്കുന്നത്? സ്നേഹിക്കുന്നു പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞല്ലേ? അലങ്കോലമായി കിടക്കുന്നതിൽ അടുക്കി വെക്കുന്നതിനൊപ്പം പരാതിക്കെട്ടുകൾ ഓരോന്ന് അഴിക്കുന്നവളെ കൊതിയോടെ നോക്കി നിന്നു. എൻ്റെ പെണ്ണ് മനസ്സ് മന്ത്രിച്ചു. 3 ദിവസമായി ഈ മുറിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത ഇന്ന് മനസ്സിൽ നിറയുന്നില്ല. മനസ്സ് നിറയെ പ്രണയം മാത്രം. കാണാതിരുന്നപ്പോൾ നെഞ്ചു നീറ്റുന്ന, കാണുമ്പോൾ ഹൃദയ താളം പോലും തെറ്റിക്കുന്ന പ്രണയം. പരിഭവത്തോടെ പണികൾ ഓരോന്നും ചെയ്യുന്ന പെണ്ണിനെ പിന്നിലൂടെ ചെന്ന് പുണരുമ്പോൾ അവളുടെ ഉടലൊന്ന് വിറച്ചു. തിരിച്ചു നിർത്തിയപ്പോൾ നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകൾ കാണുകെ ആദ്യമായി ഒരു നോവ് നെഞ്ചിൽ നിറഞ്ഞു. എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഗൗതം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്. കഴിഞ്ഞ ദിവസം വീണ്ടും വന്നു. അപ്പോഴാ അറിഞ്ഞ് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. അതെൻ്റെ തെറ്റ്, സോറി. പിന്നില്ലേ അന്ന് രാത്രി പാലുകൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അല്ലേ, അതങ്ങ് മറന്നാൾ ഞാൻ കേട്ടോ. ഇനി ഞാൻ ഇട്ടിട്ട് പോകരുത്. എനിക്ക് വഴക്കിടാൻ നീയില്ലാതെ പറ്റില്ല. കണ്ണിറുക്കി പറയുന്ന അവനെ അന്തിച്ചു നോക്കി നിൽക്കുന്നവളെ കവിളിൽ ഒരു ചുംബനം കൊടുത്തു. വഴക്കിടാൻ മാത്രമോ? കവിളിൽ കൊടുത്ത സമ്മാനം വാങ്ങി വ്രീളാവിവശയായി നിൽക്കുമെന്ന് കരുതി എന്നോട് കണ്ണുറപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നവളെ കാണുകയെ ഇവൾക്ക് നാണമെന്ന വികാരം കൊടുക്കാൻ ദൈവം മറന്നുപോയോ എന്നൊരു നിമിഷം ചിന്തിച്ചു. അല്ല, വഴക്കിടാൻ മാത്രമല്ല, സ്നേഹിക്കാൻ കൂടി. അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും എന്നർത്ഥത്തിൽ അവൾ നോക്കുന്നുണ്ട്. അതേ എന്നർത്ഥത്തിൽ 2 കണ്ണടച്ച് കാണിച്ചപ്പോൾ എൻ്റെ ചുണ്ടിൽ അമർത്തിമുത്തി ഓടിപ്പോകുന്നവളെ നോക്കി അന്തിച്ച് നിന്നുപോയി. അതെ, ഗൗതമിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആളെന്നെ മുറച്ചെറുക്കനാ. നിങ്ങളിൽ ആ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ പ്ലാൻ വർക്കൗട്ടായെന്ന് കരുതി വീണ്ടും ഒട്ടാൻ വന്ന. അന്നത്തെ പോലെ ഒന്ന് പൊട്ടിച്ച് കാര്യം ക്ലിയറാക്കാൻ പറഞ്ഞ് ഞാൻ തന്നെയാ. പിന്നെ അതില്ലേ, ആ അശ്വതിക്കുട്ടിയുടെ ഒരു കൈയകലത്തിൽ നിന്നില്ലെങ്കിലുണ്ടല്ലോ, ഗൗതമിന് കിട്ടിയതേ ഇവിടെ കിട്ടും. പോയ അതേ സ്പീഡിൽ തിരിച്ചു വന്ന് ഒട്ടിച്ചേർന്ന് ഇന്ന് എൻ്റെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി കുസൃതിയോടെ പറയുന്ന ആ പെണ്ണിൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. എൻ്റെ ഭാര്യയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ അവളോടുള്ള സ്നേഹം വീണ്ടും കൂടി. മുൻപുണ്ടായിരുന്ന ദേഷ്യത്തേക്കാൾ 1000 ഇരട്ടി, കണ്ട മാത്രയിൽ തോന്നുന്ന അനുരാഗത്തേക്കാൾ അനുദിനം തീവ്രതയേറി വരുന്ന പ്രണയത്തിന് വല്ലാത്തൊരു ലഹരിയാണ് എനിക്കിന്ന് എൻ്റെ പെണ്ണിനോട്. നെഞ്ചിലേക്ക് തലയാഴ്ചുറങ്ങുന്നവളെ കാണുക അവനോർ. പുറത്ത് ചിതറിത്തെറിക്കുന്ന മഴത്തുള്ളികളുടെ ശബ്ദത്തിനൊപ്പം പഴയൊരു പാട്ടിൻ്റെ വരികൾ അവൻ മൂളി.